നമസ്കാരം. വിജിലൻസ് ഡയറക്ടർ വിജയിപ്പൂ താഗ എന്ന് പിണറായി വിജയൻ ഇന്നും ആവർത്തിച്ചു. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ വെളിപ്പെടുത്താത്ത ഭൂമി വാങ്ങി വിരുത് കാട്ടിയ വിജിലൻസ് ഡയറക്ടറെ വരച്ച വരയിൽ നിർത്തേണ്ടേ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് പിണറായി വിജയന്റെ പ്രതികരണം. വസ്തുതകൾ വെളിച്ചത്ത് വരട്ടെ, അപ്പോഴാകാം അതിന്മേൽ തീർപ്പെന്ന് അവധിക്ക് വെച്ചു പിണറായി വിജയൻ. ജേക്കബ് തോമസിനെ കൈവിട്ട് കളയുമെന്ന് കരുതേണ്ടെന്ന് നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ കട്ടില് കണ്ട് പനിക്കേണ്ടെന്ന് പ്രതിപക്ഷത്തോടായി പറയില്ലല്ലോ പിണറായി. മാധ്യമ സൃഷ്ടിയെന്ന് പറഞ്ഞ് മുഖവിലക്കെടുക്കുന്നില്ലെന്ന് ഒഴിഞ്ഞ് പിണറായി പിൻവാങ്ങിയാലും പുറത്തു വന്നതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതല്ലേ? വിരുദനഗറിൽ 50 ഏക്കർ സമ്പാദിച്ചെന്നാണ് വിജിലൻസ് ഡയറക്ടർക്കെതിരെ വാർത്തകൾ വന്നത്. അതും കൊച്ചിയിലെ ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ. കാക്കിച്ചട്ട അഴിച്ചുവെച്ച് കൃഷിപാഠത്തിൽ മുഴുകി കിസാനായി കഴിയുമ്പോഴാണ് ജേക്കബ് തോമസ് വിരുതു കാട്ടിയത് എന്നാണ് പിണറായി വിജയൻ സംശയരൂപേണ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാക്കി അഴിച്ചാൽ കടലാസ് കമ്പനി ഉണ്ടാക്കുമോ? അധികാരികളുടെ അനുമതിയോടെയാണെങ്കിൽ ആകാം എന്നാണ് അകത്തളത്തെ അടക്കം പറച്ചിൽ. അങ്ങനെ അനുമതിയോടെയാണോ അക്കാലത്തെ അഭ്യാസമെന്ന് അറിയുന്ന മുറയ്ക്ക് അറിയിക്കാമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ. അവിടെയും കഴിയുന്നില്ല അയൽനാട്ടിലെ വിശേഷം. വരുമാനക്കണക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് അഴിമതി വിരുദ്ധ പോരാളിയായ വിജിലൻസ് ഡയറക്ടർ. ത്വരിത പരിശോധന പോയിട്ട് വിശദ പരിശോധന നടത്തിയാലും വിരുദനഗറിലെ വരുമാനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. തത്തയാരാ വിത്ത്? 2 തവണ കൊടുത്ത കണക്കിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മണ്ണ് വാങ്ങി പൊന്നു വിളയിക്കാൻ അന്യനാട്ടിൽ പോയ കാര്യം. പിന്നീട് അങ്ങോട്ട് മിണ്ടാട്ടമില്ല. കണക്കിലെ ഈ കണ്ണുപൊത്തിക്കളിയാണ് പത്രങ്ങൾ പൊളിച്ചടുക്കിയത്. അതിനെപ്പറ്റി മിണ്ടിക്കണ്ടില്ല. പ്രതിപക്ഷം ചോദിച്ചിട്ടും മുഖ്യമന്ത്രി. ആ മൗനം നല്ലതിനല്ല. മാധ്യമ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രിയടക്കം മുഖം തിരിച്ചാലും മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ട് വിജിലൻസ് മേധാവിക്ക്. അഴിമതിക്കാരെ അടിമുടി വിറപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വിജിലൻസ് മേധാവിയെ വിരുദനഗർ വിവാദം വേട്ടയാടുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. വിരുദനഗർ വിവാദത്തെ പറ്റി വിശദീകരിക്കേണ്ടേ വിജിലൻസ് ഡയറക്ടർ? 2. അടിയന്തര നടപടിയിലേക്ക് കടക്കാതെ അവധിക്ക് വെച്ച സർക്കാർ സമീപനം അഴിമതി വിരുദ്ധതയോട് അയവു കാട്ടുന്നതോ? 3. വിജിലൻസ് മാനുവലോ അവനവന്റെ മാനുവലോ വിജിലൻസ് ഡയറക്ടറിന് വേദവാക്യം? 4. കോടതിയോടും സർക്കാരിനോടും വിജിലൻസ് ഡയറക്ടർ കയർക്കുന്നതുകൊണ്ട് എന്ത് കാര്യം? 5. ജേക്കബ് തോമസിന്റെ വ്യക്തിവിരോധമാണോ ഭരണസ്തംഭനത്തിന് വഴിവെച്ചത്? 6. വിജിലൻസ് രാജെന്ന് കോടതി തന്നെ പറയുമ്പോൾ കേരളത്തിന് വേണ്ടേ വിജിലൻസ് നിയമം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. വിജിലൻസ് ജേക്കബിന്റെ സ്വർഗരാജ്യമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് MLA, CPM നേതാവ് അഡ്വക്കേറ്റ് A റഹീം, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C മാത്യു, മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. അതിഥികളിലേക്ക് കടക്കും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.